കുറച്ച് ദിവസം മുൻപ് കുംഭമേളയിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തങ്ങൾ ഭീകരാക്രമണം നടത്തിയതായാണ് ഒരു ഖാലിസ്ഥാൻ ഭീകരവാദി സംഘടന അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സുരക്ഷാ വീഴ്ചയാണോ? കാരണം വലിയ സുരക്ഷയാണ് മോദിയും യോഗിയും എല്ലാം അവിടെ കുംഭമേളയ്ക്ക് ഒരുക്കിയിരുന്നത്. അതിനിടയിൽ ഇങ്ങനൊരു സംഭവം നടന്നതായി പറയുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്. ഈ ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന് പറഞ്ഞ KESF അതിൻ്റെ ചുരുക്കപ്പേട് അങ്ങനെ. അപ്പോൾ അവരാ പറഞ്ഞേക്കുന്നത് ഇത് ഞങ്ങൾ ഭീകരാക്രമണം നടത്തിയതാണ്, 2 സ്ഫോടനം നടന്നിട്ടുണ്ട്, അത് 2 ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഇമെയിലിൽ കൂടെ കാനഡ മാധ്യമങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ പഞ്ചാബിലെ ചില മാധ്യമങ്ങൾ കൊടുത്ത ഒരു വാർത്തയാണെന്നല്ലേ. അപ്പോൾ അതിനകത്ത് അന്ന് പരിശോധന നടത്തിയിട്ട് അവിടുന്ന് പറഞ്ഞാൽ UP എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക പത്രക്കുറിപ്പെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ലീക്കുണ്ടായി, അങ്ങനെ ടെൻറ്റിന് തീ പിടിച്ചു, ഏതാണ്ട് കുറേ ടെൻറ്റുകൾ കത്തി നശിച്ചു, ഗ്യാസ് ലീക്കായിരുന്നു, അതിനകത്ത് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് വാർത്ത വന്നു. ഏതായാലും ഇപ്പം ഖാലിസ്ഥാൻവാദികളെ ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾ യോഗിയോടുള്ള ഞങ്ങളുടെ വൈരാഗ്യം തീർത്താണ്. ഞങ്ങളുടെ 3 പ്രവർത്തകരെ അന്ന് ഫിൽഫിൽ അല്ലേ അവിടെ ഏറ്റുമുട്ടൽ കൊലപ്പെടുത്തി, അതിനകത്തൊന്ന് ഞങ്ങളുടെ കമാൻഡറായിരുന്നു. അതിനോടുള്ള പകപോക്കലാണ്. ഇതൊരു താക്കീത് മാത്രമാണ്, ആരെയും വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്നിട്ട് അവിടെ തീ പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന വന്നു. അപ്പം ഇതിനകത്ത് ഖാലിസ്ഥാൻ വാദികൾ നിരന്തരമായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് അവർ ചെയ്തില്ലയോ എന്നുള്ളതാണ്, ഇത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥ വന്നല്ലോ. ഏറ്റെടുക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത്തരത്തിലൊരു ഫോഴ്സ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വയം പ്രഖ്യാപിച്ച് തീവ്ര സംഘടനകളായിട്ട് മാറുന്നു, ഭീകര സംഘടനകളായിട്ട് മാറുന്നു എന്ന് പറയുമ്പം അതൊരു വെല്ലുവിളിയുടെ സ്വരമാണ്. ഇപ്പോൾ ഖാലിസ്ഥാൻ വാദത്തിന് എന്നും ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് അതിൻ്റെ അറിയാമല്ലോ, അതിൻ്റെ ആദ്യത്തെ ഇരയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി. അതിന് 2 അല്ലെങ്കിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, ഖാലിസ്ഥാൻ വാദം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്ന് ഇന്ദിരാഗാന്ധി. അത് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ അതിനെ ഒതുക്കാൻ ശ്രമിച്ചു. അന്ന് ആ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്താൻ അവർ അതിനകത്ത് കയറി, സുവർണക്ഷേത്രത്തിൽ കയറി. സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ സിഖുകാരുടെ ഏറ്റവും പവിത്രമായ ക്ഷേത്രമാണ്. അതിനകത്ത് കയറിയിട്ട് അവസാനം പട്ടാളത്തിന് ഇടപെടേണ്ടി വന്നു. അതിന് വളരെ കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് 3000-ഓളം ആളുകളെങ്ങാണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് മരിച്ചത്. അതിനുശേഷം ഇതിനകത്ത് ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനോടൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി വരികയും അതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ്റെ പകപോക്കലായിരുന്നാണ് ഇന്ദിരാഗാന്ധി വധം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പറയുന്നതാണെങ്കിൽ അതിനകത്ത് വേറെ ചില ആൾക്കാരുടെ, അല്ലെ ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്നതിന് ഖാലിസ്ഥാനികളെ അമേരിക്ക ഉൾപ്പെടെ ഉപയോഗിച്ചു എന്നും നേരത്തെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഖാലിസ്ഥാനികൾ പറയുന്നത് ഞങ്ങളുടെ സുവർണക്ഷേത്രത്തിൽ കയറിയതിനും ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നതിനും വേണ്ടിയൊക്കെയുള്ള പകപോക്കലാണ്. അതിനുശേഷം അതിന് ഭാഗമായിട്ട് അതിൻ്റെ നേതൃത്വം കൊടുത്ത 1-2 ഉദ്യോഗസ്ഥരെയൊക്കെ കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായി. ഇപ്പം ഖാലിസ്ഥാൻ വേദം വീണ്ടും പ്രൊമോഷൻ ആയി വന്നിരിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളൊന്ന് നമ്മൾക്ക് മനസ്സിലാവുമ്പോൾ, കുറേ നാളുകളായിട്ട് അമേരിക്കയും, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദം പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ കൂടുതൽ ഖാലിസ്ഥാനികൾ കൂടുതലുള്ള, സിഖുകാർ കൂടുതലുള്ള 2 രാജ്യം, ഒന്ന് അമേരിക്കയും ഒന്ന് കാനഡയുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് പന്നുൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യയെ ചീത്ത പറിക്കുന്നതിനും അല്ലെങ്കിൽ നിരന്തരം അയാൾക്ക് സഹായമാകുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടികളുണ്ടാകുന്നു. അപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രി അയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്നു, ഒരുപക്ഷേ അന്നത്തെ ബൈഡൻ അയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അപ്പോൾ കാനഡ ഖാലിസ്ഥാൻവാദികൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നു. അവരുടെ ഭാഗമായിട്ട് നജ്ജാർ എന്ന് പറയുന്ന ആൾ അജ്ഞാതനെ കൊല്ലപ്പെട്ട് ഇന്ത്യ ഒരു തെളിവില്ലാതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ ഖാലിസ്ഥാൻ പ്രമോഷന് രാജ്യങ്ങളുടെ പിന്തുണ, അതൊരുപക്ഷെ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്, അവരെ കൃത്യമായിട്ട് ഉരുത്തിരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അമേരിക്കയും ഒക്കെ ശ്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഖാലിസ്ഥാൻവാദികൾക്ക് ഇന്ത്യയിൽ നിലനിൽപ്പില്ലാതെ വരുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് അവരൊരു ഈ കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു വ്യക്തത വരുത്തി, അവർക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക, ഇന്ത്യക്കകത്ത് ആളുണ്ടെന്നായി. അതിന് പ്രതിപക്ഷ നേതാവ് അമേരിക്കയിൽ പോകുമ്പോൾ പന്നൂരിൻ്റെ അഭിപ്രായം തേടുന്നു, അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികളായിട്ട് സംസാരിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നു. ഇവിടുത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, അവരുടെ നിന്ന് ഫണ്ട് മേടിച്ചെന്ന് പന്നുൻ പറയുന്നു. അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ MLA മാരും ഒക്കെ ഈ പറയുന്ന കാനഡയിൽ പോയി അവിടുത്തെ ഖാലിസ്ഥാൻവാദി MP-മാരുടെ ഇടപെടൽ നടത്തുന്നു. ഇതിനൊക്കെ തെളിവുകൾ സഹിതം വാർത്തകൾ വെളി വരുന്നു. അപ്പോൾ ഖാലിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ അവരുടെ ഫണ്ട് മേടിച്ച് ഇന്ത്യക്കകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിന്നു കൊടുക്കുന്ന പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി മാറുന്നു. അവരുടെ പണം മേടിച്ചിട്ട് അതിൻ്റെ ഫണ്ട് കൊണ്ടാണ് പഞ്ചാബ് ഇലക്ഷന് തെരഞ്ഞെടുപ്പെ നേരിട്ടെന്ന് പന്നൂൻ ഉൾപ്പെടെ പറയുന്നു. അപ്പം ഈ രീതിയിൽ ഇവിടെ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നു. ആ പ്രൊമോഷൻ ആ ഖാലിസ്ഥാൻ വാദം അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഖാലിസ്ഥാൻ വാദികൾ
ഇവിടുത്തെ കർഷക സമരത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നിന്നു കൊടുക്കുന്നൊരവസ്ഥ വന്നു. കർഷക സമരത്തെ പ്രയോജനപ്പെടുത്തുന്നു. കർഷക സമരത്തിന് വേണ്ട പിന്തുണയെല്ലാം ഈ പറയുന്നത് പോലെ പഞ്ചാബിൽ നിന്ന് വരുന്ന ഹരിയാന ഉൾപ്പെടെയുള്ളിടത്ത് ഖാലിസ്ഥാൻവാദികൾക്ക് വേണ്ട പിന്തുണ ആം ആദ്മി പാർട്ടി കൊടുക്കുന്നു. ഈ 3 സംസ്ഥാനങ്ങളിലും കൃത്യമായ ഒരു ഇൻഫ്ലുവൻസ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയാണ് കർഷക സമരം നിന്ന് പിൻവലിക്കുന്നവർ. അപ്പോൾ വീണ്ടും കർഷക സമരം പിൻവലിച്ചു. ഇവിടുന്ന് ഖാലിസ്ഥാൻവാദികൾ അവരുടെ താല്പര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ഒരു അട്ടിമറിയൊന്നും നടക്കാതെ തിരിച്ചു പോകുന്നൊരവസ്ഥ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിന്നവർ പലയിടത്തും അജ്ഞാതനായി കൊല്ലപ്പെടുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഖാലിസ്ഥാൻ വാദം പ്രൊമോട്ട് ചെയ്യാൻ നിന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്തു പോകുന്ന ഒരവസ്ഥ. അന്ന് കൊടികെട്ടിയവൻ, നമ്മുടെ റെഡ് ഫോർട്ടിൽ കൊടികെട്ടിയ ആൾ അപകട മരണത്തിൽ ഇടപെടുന്നു. അതിനുശേഷം നജ്ജാർ മരിക്കുന്നു, പന്നുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പന്നൻ പറയുന്നു. അപ്പം ഈ രീതിയിൽ പോകുമ്പോൾ ഖാലിസ്ഥാൻ വാദത്തിൻ്റെ പ്രൊമോഷൻ ഇന്ത്യയിൽ നടക്കാതെ വരുന്നു. എന്നാലും അവർ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ നടത്താൻ അവർക്കാളുണ്ട്, അതിനവർ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ 75 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന, ലോകം ഉറ്റുനോക്കുന്ന, കോടിക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം പങ്കെടുക്കുന്ന ഒരു ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ ഒരു മേള. അതിനകത്ത് സ്ഫോടനം നടത്തിയത് അവരാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അത് ലോക ശ്രദ്ധയെ ആകർഷിക്കും. ആ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് ഖാലിസ്ഥാൻ വാദം അല്ലെങ്കിൽ മാറുന്നു. ഈ പറയുന്നത് പോലെ ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നു. എന്തുമായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്നത് പോലെ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഏതാണ്ട് 1000 പേരുടെ പേര് യോഗി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സംശയമുള്ളവരെ പിടിക്കുന്നതിന് വേണ്ടി ക്യാമറകൾ എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി അവിടെ ഇടപെടൽ നടത്തുന്നുണ്ട്. NIA അതിൻ്റെ ഭാഗമായിട്ട് ഇടപെടുന്നു. ഈ പറയുന്ന സെക്യൂരിറ്റി ഈ തീവ്രവാദി സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിനെ പിടിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടല്ലോ, അവരെല്ലാം ഇടപെടുന്നു. പക്ഷേ ഇതേ സമയം തന്നെ അമേരിക്കയിൽ ട്രംപ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായിട്ട് റെയ്ഡ് നടത്തുന്നു. അതിന് അമേരിക്കയിൽ ട്രംപ് പറഞ്ഞ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന ആൾക്കാരെ അദ്ദേഹം പ്രസ്താവിച്ചില്ല. അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന വെളിയിൽ കണ്ടെത്തി അവരെ വെളിയിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഏതായാലും ഗുരുദ്വാരകളിലും മറ്റ് ഈ ഖാലിസ്ഥാൻ അല്ലെങ്കിൽ സിഖുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് അരിച്ച് പറക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അത് ഈ സെൻസിറ്റീവ് ഏരിയയിൽ പോലീസിനോ അല്ലെങ്കിൽ സംവിധാനത്തിനോ കയറണ്ടെന്നായിരുന്നു ബൈഡൻ്റെ ഒരു തീരുമാനം. ആ നിയമം പോലും കാറ്റിൽ പറത്തി ഈ പറയുന്ന ഗുരുദ്വാരകളിലും മറ്റും കയറി അവിടുത്തെ മതസംഘടന, സിഖിൻ്റെ മതസംഘടനകളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിന് യാതൊരു വിലയും കെടുക്കാത്ത ഒരു രീതിയിലേക്കാണ് ട്രംപിൻ്റെ പ്രവർത്തനം. അപ്പം അതൊന്നും വകവയ്ക്കാതെ അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഖാലിസ്ഥാനികളെ പിടിക്കുന്ന ഒരവസ്ഥ, ഖാലിസ്ഥാനികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥ, അത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ കുംഭമേളയിൽ ഖാലിസ്ഥാൻ വാദികൾ സ്ഫോടനം നടത്തി എന്ന് പറയുമ്പോൾ അതേ സമയത്ത് തന്നെ ഖാലിസ്ഥാൻ വാദികളെ ഇല്ലായ്മ ചെയ്തതിന് വേണ്ടി ട്രംപ് ഗുരുദ്വാരകൾ ഉൾപ്പെടെ, അതായത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ഉൾപ്പെടെ കയറിപ്പോകുന്ന ഒരവസ്ഥ. അതുകൂടാതെ പന്വൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കടന്നു കയറി ഖാലിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചത് ഒരു ആഭ്യന്തര അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചാണ് ഇത്തരത്തിൽ ഈ റെയ്ഡും കാര്യങ്ങളും ഖാലിസ്ഥാനികൾ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഖാലിസ്ഥാൻ വാദികൾക്ക് പഴയ കാലം ഇനി അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. ഇതോടുകൂടി UPയിൽ കുംഭമേളയ്ക്ക് ഈ പറഞ്ഞ സ്ഫോടനം നടത്തിയത് ഖാലിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞതോടുകൂടി UPയിൽ ഇനി ഒരു ഖാലിസ്ഥാൻവാദി കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലുടനീളം വളരെ കൃത്യമായിട്ട് ഖാലിസ്ഥാൻ വാദത്തിൻ്റെ വേരറുത്തു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിൽ ചെന്നാൽ അവിടെയും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഖാലിസ്ഥാൻകാർ നെട്ടോട്ടത്തിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.